വില നോക്കാതെ ക്വാളിറ്റി നോക്കുന്ന കുറെ ആളുകളുണ്ട്. ഓൽക്ക് പറ്റിയ വണ്ടിയാണ്. ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽ ഒന്ന് 2012 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി, 50,000 കിലോമീറ്റർ ഇതുവരെ. ഒരേ ഒരു ഓണർ, ഒരേ ഓണർ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സീറ്റിന്റെ ഒരു നൂല് പോലും പുറത്തു വന്നില്ല. കമ്പനി സീറ്റിന്റെ നൂല് പോലും പുറത്തു വന്നില്ല. അങ്ങനത്തെ വണ്ടി. ഡാഷ്ബോർഡ് ആയാലും ഡോർ പെഡലായാലും ഹൈ ക്വാളിറ്റി. പുതിയ വണ്ടി, മെക്കാനിക്കും അത്രയും ക്വാളിറ്റി ഉണ്ടാകും. ഇതുവരെ കമ്പനി സർവീസ് ആണ് വണ്ടി. പുതിയ കമ്പനിന്ന് ഇറങ്ങിയ വണ്ടി അങ്ങനെ ഓടിക്കും. ഈ കളർ ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ. അനാവശ്യമായിട്ടുള്ള റീപെയിന്റ് പോലും വണ്ടി കയറിയിട്ടില്ല. ബമ്പറിന് 1-2 സ്ക്രാച്ചിൽ നമ്മൾ ചെയ്യാണ്ട് വെച്ചുള്ള റീപെയിന്റ് ആക്കണ്ട. റീപെയിന്റ് പോലും ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു? അതാണ് പറഞ്ഞത്, അതിനുള്ള വിലയുണ്ട് വണ്ടിക്ക്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഞാൻ ഇന്നുള്ളത് നമ്മുടെ റോയൽസ് മാറഞ്ചേരിയിലാണ്. ഒരുപാട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരൊറ്റ വണ്ടി, ഒരു വണ്ടി ഉണ്ട്, ഇന്നോവ കാർ. ബാക്കിയൊക്കെ പുതിയ കയറിയതാണ്. വാഗണർ ഉണ്ട്, സ്വിഫ്റ്റ് കാർ ഉണ്ട്, മാരുതി കാർ ഉണ്ട്, ആൾട്ടോ കാർ ഉണ്ട്, ആൾട്ടോ കേട്ടൻ ഉണ്ട്. ഒരുപാട് എല്ലാം ചെറിയ പൈസക്ക് ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. അത്യാവശ്യം ലോണൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റിയ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ബ്രോ, ഇത് എങ്ങനെയായിരുന്നു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് പൊന്നാനി ഗുരുവായൂർ റോഡിൽ മാറഞ്ചേരി അല്ലേ? പ്രേക്ഷകരോട് എന്ത് പറയാണ്ട? എല്ലാരും വരിക, കുഴപ്പമില്ലാത്ത റേറ്റിന് വരാ, വണ്ടി നോക്കുക, ചെക്ക് ചെയ്യാ, കൊണ്ടുപോവാ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഓരോ വണ്ടി കാണിച്ചു കൊടുക്കല്ലേ? കുറെ സംസാരിച്ച് ലാഗടിപ്പിക്കണ്ട. കുറെ വണ്ടികളുണ്ട്, ഏകദേശം ഒരു 30ഓളം വണ്ടികളുണ്ട്. അപ്പോ ഈ ഒരൊറ്റ വീഡിയോയിൽ എല്ലാ വണ്ടി കാണിക്കോട്ടോ. വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കാം. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോവാം. റാഷിദ് ഭായ്, നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു ചെറിയ ബഡ്ജറ്റുള്ള വണ്ടി ആയിക്കോട്ടെ. ഒരു ആൾട്ടോ കാർ തന്നെ കാണിച്ചു കൊടുക്കാം. ഇത് AC വണ്ടിയല്ലേ? AC പവർ സ്റ്റിയറിംഗ്. LXi അല്ലേ? എങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്താളി. 2008 മോഡൽ LXi, 90,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. KL46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് പറഞ്ഞ സാധനമല്ല, ഹൈ ക്വാളിറ്റി. മെക്കാനിക് ഹൈ ക്വാളിറ്റി വണ്ടി. മിയ ഒന്നും ആലോചിക്കാതെ നോക്കും, ഒന്നും നോക്കാതെ വണ്ടി ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടില്ല. ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. കമ്പനി സീറ്റ് കവർ കാര്യങ്ങൾ ഇന്റീരിയറിലൊന്നും ആവശ്യമില്ലാത്ത സ്ക്രാച്ചുകളൊന്നുമില്ല. വേറെ എക്സ്ട്രാ ഫിറ്റ് ഒന്നും കയറിയിട്ടില്ലല്ലോ. എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളും സ്റ്റീരിയോ മാത്രമേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊന്നും കയറിയില്ല. ഇത് വണ്ടി തട്ടിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ വണ്ടി ഒന്നുമില്ല. 90,000 കിലോമീറ്റർ ഓടിയ 2008 വണ്ടി. വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ല. 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് ഫൈനലിൽ 90,000 രൂപ കൊടുക്കാം. 90,000 രൂപ ഫൈനൽ കൊടുക്കാം. 2028 AC പവർ സ്റ്റിയറിംഗും വരുന്ന LXi വണ്ടി അല്ല. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് ഒരു 7 സീറ്റ് വണ്ടി കാണിച്ചു കൊടുക്കാം. എർട്ടിക. ഇതെങ്ങനെയായിരുന്നു? 2014 വണ്ടി. 14. ഓക്കെ. 2014 ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞതാണ്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിമല്ല. വണ്ടി. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഓടാനുള്ള ടയേഴ്സ് ഉണ്ട്. ഒരു 80% ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ പുതിയതുണ്ട്. ഇന്റീരിയറിൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് കവർ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ടയറാണ്. വേറെ ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 2014 മോഡൽ VDI വണ്ടി. എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് 3,80,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 3,80,000 രൂപയ്ക്ക് 2014 മോഡൽ VDI എർട്ടിക. ഇത് ഏകദേശം 3.5 ലക്ഷം രൂപ ലോൺ കിട്ടും. വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ടുണ്ടെങ്കിൽ 380 കൊടുക്കാം. 380 കൊടുക്കാം. 14 വണ്ടി 2014 വണ്ടി 3,80,000 രൂപ അല്ല, ഒരു 3.5 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ കിട്ടും. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. വണ്ടിയുമ്പോ യാതൊരു വണ്ടികൾ ഓടിച്ചു പോയിക്കോളൂ. എങ്ങനെ നോക്കി ഫുൾ ചെക്ക് ചെയ്ത് എടുത്താൽ മതി അല്ലേ? ഓക്കെ. ഇവിടെ വീണ്ടും ചെറിയ പൈസക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി, അതും ആൾട്ടോ കേട്ടൺ അല്ല. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? 2011 വണ്ടി. 11. 5 കൊല്ലത്തെ പേപ്പർ നമ്മൾ 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്ത്. ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ആണ്. ഇൻഷുറൻസ് ഒക്കെ അടുത്ത കൊല്ലം വരണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിമല്ല. തുരുമ്പ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അങ്ങനത്തെ ഒരു ഫ്രഷ് വണ്ടി, നല്ല അടിപൊളി, നല്ല നീറ്റ് വണ്ടി. ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാ. ഒരു 17-18 റേഞ്ച് ഒക്കെ മൈലേജും കിട്ടും. ആൾട്ടോ കേട്ടൻ അല്ലേ? VXi വണ്ടി. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരിക. 2 ഡോർ പവർ വിൻഡോ. വണ്ടിമേ വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും. അത്യാവശ്യം പിന്നെ ഓടാനുള്ള ടയേഴ്സ് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. മെക്കാനിക് പക്ക. എത്ര കൊടുക്കുക? ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്കൊരു 1,40,000 രൂപ കൊടുക്കാം. 1,45 കൊടുക്കാം. 1,45 കൊടുക്കാം. 1 ലക്ഷം രൂപ മേലെ നമുക്ക് ഫൈനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും.
ഓക്കെ, അതും 5 കൊല്ലത്തെ പുതിയ പേപ്പർ 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ട് 1.5 ലക്ഷം റുപ്യ 1,45,000 നമ്മൾ ഫൈനൽ കൊടുക്കും വേണ്ടി. ലോണും കിട്ടുമല്ലേ? ലോണും കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് ഒരു അടിപൊളി ഒരു ജനപ്രിയ വണ്ടി മാരുതിന്റെ സെലേറിയോ, അതും നല്ല റെഡ് കളറാണ്. റെഡ് കളർ മാനുവൽ ഓട്ടോമാറ്റിക്കാ? മാനുവൽ വണ്ടി. മാനുവൽ വണ്ടി അല്ലെ? നമ്മൾ ഇത് മാനുവൽ അല്ല? അത് മാനുവൽ. ഓക്കെ, ഇത് മാനുവൽ ആണ്. എങ്ങനെയാണ് ഇതൊന്ന്? ഇത് 2016 വണ്ടി. 2016 വണ്ടി 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും കാര്യം നീറ്റ് ആണ്. വലിയ സ്ക്രാച്ചസ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാ. 54 പൊന്നാനി രജിസ്ട്രേഷനിലാണ് വണ്ടി നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ടാ. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2016 സെലീറിയോ VXI AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ. അലോയ് വീൽ ഉണ്ട്. എക്സ്ട്രാ അലോയ്സ് കയറിയുണ്ട്. വേറെ എന്താ ഉള്ളത്? പിന്നെ സീറ്റ് കവറൊക്കെ പഴയ സീറ്റ് കവറൊക്കെ മാറ്റേണ്ടി വരും. കമ്പനി സെറ്റ് ഇതിൽ തന്നെ വരുന്നതാണ്. കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ എക്സ്ട്രാ കയറിയുണ്ട്. ഇത് നമുക്ക് 3,25,000 ഫുൾ എമൗണ്ട് ലോണിൽ കൊടുക്കാം. 3,25,000 ഫുൾ ലോൺ കൊടുക്കാം. ചിലപ്പോ ചില കസ്റ്റമേഴ്സിന്റെ ട്രാക്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10-20 റുപ്യ വേണ്ടി വരും. അല്ലാതെ ഫുൾ ലോൺ ഇറക്കി കൊടുക്കും. അല്ല, അടിപൊളി കളറിൽ വന്നിട്ടുള്ള ഒരു റിഡ്സ് കാർ അല്ലെ? കോഫി ബ്രൗൺ. എങ്ങനെയാണ് ബ്രോ? ഇത് 2015 മോഡല്. 2015 മോഡൽ VXI റിറ്റ്സ് ആണ്. പെട്രോൾ റിറ്റ്സ് ആണ് കേട്ടോ. 15 VXI പെട്രോൾ അന്വേഷിക്കുന്ന വണ്ടിയാണ്. 2015 മോഡൽ പെട്രോൾ റിറ്റ്സ്. അതും ആളുകളെ അന്വേഷിക്കുന്ന കളർ തന്നെയല്ലേ? യാതൊരുവിധ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ വണ്ടിയുമില്ല. ഇന്റീരിയറിൽ നല്ലൊരു സീറ്റ് കവർ ഉണ്ട്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ക്യാമറ ഉണ്ട്. പിന്നെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ബോഡിമേ ടയേഴ്സ് ഒക്കെ തട്ടുമുട്ടി ഇടികുത്തൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയല്ല? നീറ്റ് വണ്ടി. ഓക്കെ, ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും. 3,35,000 രൂപയ്ക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 3,35,000 ഫുൾ ലോൺ കൊടുക്കാം. 2015 മോഡല് VXI വണ്ടി. അതും ഓട്ടോ എത്ര പറഞ്ഞത്? 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ്. സർവീസ് ഒക്കെ ഉണ്ട്. ഉണ്ട്. നല്ല പെട്ടി പീസ് വണ്ടിയാണ്. 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷനിലേക്ക് നല്ല ക്വാളിറ്റി വണ്ടി. ആവശ്യക്കാർ വിളിച്ചോട്ടെ. എവിടെ ചെറിയ പൈസക്ക് ഒരു വാഗണർ കൊടുക്കാലോ ബ്രോ? എങ്ങനെയായിരുന്നു ഇത്? 2012 മോഡൽ വണ്ടി. 2012 മോഡല് KL51 പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടി. വണ്ടിമേ യാതൊരുവിധ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം ഓടാനുള്ള ടയേഴ്സ് ഉണ്ട്. ഇന്റീരിയറിൽ ഒരു സീറ്റ് കവർ ഉണ്ട്. ഒരു സ്റ്റീരിയോ ഉണ്ട്. നല്ല നീറ്റ് വണ്ടി. മെക്കാനിക്കൊക്കെ ഹൈ ക്വാളിറ്റി ആണ്. ഒരു റീപ്ലേസ് പോലും വണ്ടി വേണ്ട. ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും വണ്ടി മാറിയിട്ട് ധൈര്യമായിട്ട് കൊടുക്കാം. പിന്നെ എവിടെ വേണം ചെക്ക് ചെയ്തോ? എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തോ. ചെറിയ ബഡ്ജറ്റിൽ ലോൺ കൊടുക്കാം. ലോൺ 1 മാസം വാറണ്ടി കൊടുക്കാം. 1 മാസം എഞ്ചിന് നമുക്ക് വാറണ്ടി കൊടുക്കാം. ഗിയർ ബോക്സ് കൊടുക്കാം. ടെൻഷൻ വേണ്ട. ലോണും കിട്ടും അത്യാവശ്യം. ലോൺ നമുക്ക് കുഴപ്പമില്ലാത്ത എമൗണ്ട് ലോൺ പാസ്സായി കൊടുക്കാം. ഇത് എത്ര വില ചോദിക്കണം? ഇതിന് ഫൈനൽ ആയിട്ട് ഒറ്റ വില 1,85,000 രൂപ. 2012 മോഡൽ വാഗനർ 1,85,000 രൂപ ചോദിക്കുന്നുണ്ട് അല്ല? ഓക്കെ, 1 ലക്ഷം ലോണും കിട്ടും. 1 ലക്ഷം രൂപ ലോൺ കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ല? ഇതോടെ നല്ല കിടുക്കാച്ചു വാഗനർ വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടി വണ്ടി അല്ല? എങ്ങനെയാണ് ബ്രോ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2012 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഒരേ ഒരു ഓണർ, ഒറ്റ ഓണർ വണ്ടി. ഓക്കെ, പെട്ടി പീസ്. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പോലും കയറിയിട്ടില്ല. അത്രയും ക്വാളിറ്റി വണ്ടി. ബമ്പറിൽ കയറിയിട്ടുണ്ടാവില്ല? ബമ്പർ കയറിയിട്ടില്ല. ബമ്പറിൽ നമ്മള് ചെയ്യാനുള്ള സ്ക്രാച്ച് അങ്ങനെ നിർത്തിക്കാൻ റീപെയിന്റ് ആവണ്ട വെച്ചിട്ട്. അതന്നെ, അത്രയും ക്വാളിറ്റി വണ്ടി. അത്രയും പക്ക. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇന്റീരിയർ ഒക്കെ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഒരു സ്ക്രാച്ച് പോലില്ല. കമ്പനി സീറ്റ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതെ, കമ്പനിന്ന് വന്ന പോലെ തന്നെ വണ്ടി, പുതിയ വണ്ടി ഓടിക്കണ പോലെ ഉണ്ട്. ഓക്കെ, ഓടിക്കാൻ പുതിയ വണ്ടി കമ്പനിന്ന് ഇറക്കിയിട്ട് എങ്ങനെ ഓടിക്കാം അതേ ഫീൽ. അതെ, ഒരു ഒച്ചപ്പാട് ഭാഗമൊന്നുമില്ല. കറക്റ്റ് ഇതുവരെ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. പക്ക. അതുകൊണ്ട് തന്നെ 10 രൂപ കൂടുതലും ചോദിക്കൂല. അത് 100% ഉണ്ട്. അത് 100% ചോദിക്കും. വിലയിലും ആ മാറ്റം കാണും. ഓക്കെ, എത്ര? 2,60,000 രൂപ നമ്മളെ വില വരിക. 260. അതെ, വണ്ടി ഹൈ ക്വാളിറ്റി. 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയിട്ടാണ്. ഓക്കെ, 10 രൂപ കൂടുതൽ കൊടുത്താലും വണ്ടി ക്വാളിറ്റി ആണ്. ഇതിന്റെ നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ ലോൺ എടുക്കാം. 1.5 ലക്ഷം രൂപ ലോൺ. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി, നല്ല മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു ഡിസൈർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കൊടുത്തേ? ഇത് 2009 മോഡൽ ഡിസൈർ VDI സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതുവരെ കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ സർവീസ് കമ്പനിന്ന്. മേജർ സർവീസ്. യാതൊരുവിധ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടി ചേട്ടാ. ഓക്കെ, 2009 വന്ന വണ്ടി ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും റീപ്ലേസ് ആയിട്ടില്ല.
മെക്കാനിക് കണ്ടീഷൻ ആണെങ്കിൽ ഹൈ ക്വാളിറ്റി ആണ്. ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ആയിട്ട് അതും നല്ല ക്വാളിറ്റി ആണ്. എഞ്ചിന് ക്ലീൻ പീസ് അല്ലേ? നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റിയ എഞ്ചിന് ഇതിന്റെ എഞ്ചിന് വാറന്റി ഒരു മാസം നിങ്ങൾ കൊടുക്കും വാറന്റി കൊടുക്കും. ഇന്റീരിയർ ഒക്കെ ലെതർ സീറ്റ് കവർ ആണ്. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. ഈ ടയർ ഒരു ടച്ചിങ് പോളിഷിന്റെ കുറവുണ്ട്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒന്നൊരു ടച്ചിങ് പോളിഷിന്റെ കുറവുണ്ട്. പെട്ടെന്ന് മങ്ങിയത് അറിയാം. അപ്പൊ ഒന്നുകൂടി പെയിന്റ് ഒക്കെ അടിക്കാണ്ട്. പിന്നെ വണ്ടി തട്ടുമുട്ടൊന്നുമില്ല, നല്ല ക്ലീൻ പീസ് വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം ബ്രോ? ഇത് നമുക്ക് ഫൈനലായിട്ട് 2,10,000 രൂപ കൊടുക്കാം. 2,10,000 കൊടുക്കാം. 29 വരെ പേപ്പർ, 22 മൈലേജും കിട്ടുന്നത്. അതെ, 22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ. ഇതവിടെ ചെറിയ പൈസക്ക് ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി. അതും ടൈപ്പ് 1 ആണ് കേട്ടോ ബ്രോ. എങ്ങനെയാണ്? 2010 മോഡൽ വണ്ടി. 2010 മോഡല് 1,20,000 സംതിങ് കിലോമീറ്റർ ഓടിയ വണ്ടി. 3ാമത്തെ ഓണർഷിപ്പ് അതിന്റെ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം ഓടുള്ള ടയേഴ്സ് ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. മേജർ ആയിട്ടുള്ള യാതൊരുവിധ ആക്സിഡന്റ് അല്ല, നല്ല കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ വണ്ടി. ഓക്കെ. പിന്നെ 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്ത് 2030 വരെ പേപ്പർ ഉണ്ട്. 2030 വരെ ഒരു ടെൻഷൻ വേണ്ട. ഒരു സ്റ്റീരിയോ ഉണ്ട്, നല്ലൊരു സീറ്റ് കവർ ഉണ്ട്. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് ആണ്. അത്യാവശ്യം ഓടുള്ള ടയേഴ്സ് ഉണ്ട്, ഇൻഷുറൻസ് പുതിയതുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പ്രൈസിന് കൊടുക്കാം. ഇത് ഫൈനലായിട്ട് നമുക്ക് 1,90,000 രൂപ കൊടുക്കാം. 1,90,000 ഫൈനലായിട്ട് കൊടുക്കാം. അതും പുതിയ പേപ്പർ എടുത്ത വണ്ടി. അതെ, ഓഫർ പ്രൈസിന് ഒരു ഇന്നോവ കാർ ആണ്. അതും നല്ല ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ ബ്രോ? ക്വാളിറ്റി വണ്ടി. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2013 മോഡൽ G4 ഇന്നോവ. 13 വണ്ടി G4. 13 G4. ഓക്കെ. 1,85,000 കിലോമീറ്റർ ഓടിയുണ്ട്. KL 55 നമ്പർ ആയ വണ്ടിയാണ്. 1,85,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇത് ടൈപ്പ് 4 കമ്പനി കൺവേർട്ട് ചെയ്തതാണ്. ടൈപ്പ് 4 കമ്പനി ടൈപ്പ് 4 വന്നത് 14 13 ടൈപ്പ് 3. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. KL 55 റീറൈസ് ചെയ്ത വണ്ടിയാണ്. പിന്നെ വണ്ടി അത്യാവശ്യം വേറെ കുഴപ്പങ്ങൾ, ആക്സിഡന്റ്, മെക്കാനിക് ഒന്നും കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ണ് ചിമ്മിട്ട് എടുക്കാൻ കഴിയോ? കണ്ണ് ചിമ്മിട്ട് എടുക്കാം. ഇന്നോവ അല്ല, എന്ത് വരാനാ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തെടുക്കാം. എത്ര കൊടുക്കാം ബ്രോ ഇത്? സ്റ്റീരിയോ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, നല്ല സീറ്റ് കവർ ഉണ്ട്. ഇത് നമുക്ക് ഒരു ഓഫർ ആയിട്ട് 5,75,000 രൂപ കൊടുക്കാം. 5,75,000 രൂപ 2013 മോഡൽ 5,75,000 രൂപ 2013 വണ്ടി. 2013 മോഡൽ G4 ഇന്നോവ, 3ാമത്തെ ഓണർഷിപ്പ്. മേജർ ആയിട്ട് യാതൊരു ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. പൊട്ടിച്ച് കൊടുക്കണ്ടല്ലേ ഓഫർ പ്രൈസിന്. ഇവിടെ നമുക്ക് ഒരു ഇന്നോവ കാർ കാണിച്ചു കൊടുക്കാം. അതും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അല്ല, കണ്ണ് ചിമ്മിട്ട് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. ഇതിന് ഫുള്ള് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഇത് 2015 മോഡൽ G4 ഇന്നോവ. ഓക്കെ. 2ാമത്തെ ഓണർഷിപ്പ്. കമ്പനി ടൈപ്പ് 4 വന്നതാണ്. കമ്പനി ടൈപ്പ് 4 വന്ന വണ്ടി. ഒരു സാധനം റീപ്ലേസ് ഇല്ല. ഗ്ലാസ്, ബോണറ്റ്, ഡിക്ക്, ഡോർ എല്ലാം ഒറിജിനൽ. ഒരു സാധനം റീപ്ലേസ് ഇല്ല. KL 54 നമ്പറായ വണ്ടിയാണ്. 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഹിസ്റ്ററി നമ്പർ നമ്മൾ പഴയ നമ്പർ തരാം. 2ാമത്തെ ഓണർ നമ്മളാണ്. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളോ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി. G4 വണ്ടി. അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്ത് വിലക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫൈനൽ 8,35,000 രൂപ കൊടുക്കാം. 8,35,000 കൊടുക്കാം. 8,35,000 ഒരു 7.5 ലക്ഷം രൂപ ലോണും കിട്ടുമല്ലേ? വണ്ടി വണ്ടി കണ്ണ് കൂട്ടിയെടുക്കാം. ടൈപ്പ് 4 കമ്പനി വന്ന വണ്ടി. ഒരു സ്ക്രൂ, ബോണ്ട്, ഒരു സാധനം മാറിയില്ല. എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. പക്ക വണ്ടിയാണ്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു 8888 അല്ല, കേരള വണ്ടി വന്നിട്ടാ. നമ്പർ നോക്കിയേ. KL 17 8888. നല്ല അടിപൊളി. ഇതിന് തന്നെ ഒരു 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടാവൂല്ലേ? 5 ഒരു 2-3 രൂപ കൊടുത്തിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പൊ 5 ലക്ഷം രൂപ എടുത്താലേ ഈ നമ്പർ അല്ല, ഇപ്പൊ കിട്ടൂല. അന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇത് എങ്ങനെയായിരുന്നു? ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിനല്ലേ? TRD കിറ്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു. 2012 മോഡല്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. TRDയുടെ ഗ്രില്ല് കയറിയിട്ടുണ്ട്. കമ്പനിന്ന് എക്സ്ട്രാ സൺറൂഫ് ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനിന്ന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഒരുപാട്. അതെ. ടയർസ് ഒക്കെ ആവറേജ്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 12,75,000 രൂപ ഫൈനൽ കൊടുക്കല്ലേ? 12,75,000 12 വണ്ടി കൊടുക്കാം. 12 വണ്ടി 4x4 മാനുവല് കേരള വണ്ടി. 4x4 മാനുവൽ കേരള വണ്ടി. അതെ.
ഒരു റയർ പീസാണ് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വണ്ടി. 4x4 മാനുവല് കുറെ ആളുകൾ ചോദിക്കലുണ്ട്. വണ്ടി എല്ലാം കൊണ്ട് ഈ വണ്ടിയുടെ വില നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് കേരള വണ്ടിയാ, ഒറിജിനൽ കേരള വണ്ടിയാ. ഒരു ടെൻഷനും വേണ്ടല്ലോ വണ്ടി എടുക്കുന്ന ആൾക്ക്. ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, കിട്ടും. ഓക്കെ. ലോണും അത്യാവശ്യം ചെയ്യാം. ലോൺ നമുക്കൊരു 10 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഒരു പെട്ടി പീസ്, ഒരു മാരുതി കാർ, AC വണ്ടിയാണ്. അതും കിലോമീറ്റർ കുറവുണ്ടല്ലോ ബ്രോ. കിലോമീറ്റർ 70,000 കിലോമീറ്റർ ആകും. വെറും 70,000. നല്ല ഷോറൂം മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് വണ്ടി. ഓടിക്കാൻ നല്ല പുതിയ വണ്ടി. അതെ അതെ അതെ. കമ്പനി സീറ്റ് കാര്യങ്ങളൊന്നും അനങ്ങിയിട്ടില്ല. ഓക്കെ. എത്ര മോഡലായിരുന്നു ഇത്? 2008 മോഡൽ വണ്ടി. 2008 മോഡൽ AC വരുന്ന വണ്ടിയാണ്. 28 വരെ പേപ്പർ ഉണ്ട്. ആകെ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണറേ ആയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിഡന്റ് പോയിട്ട് ആ ഡോർ പേടുമ്പത്തെ സ്റ്റിക്കറുകൾ വരെ പൊട്ടിച്ചിട്ടില്ല. അത്രയും ക്വാളിറ്റിയാണ് വണ്ടി. 73,000 ആകെ ക്ലിയർ. അത് ആകെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. എത്ര കൊടുക്കാം ബ്രോ ഇത്? ഇത് നമുക്ക് ഫൈനലായിട്ട് 92 രൂപ കൊടുക്കാം. 92 രൂപ കൊടുക്കാം. 90 രൂപ ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. അതും 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. AC വർക്കിംഗ്, എല്ലാം വർക്കിംഗ്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. അതാണ് ഒരു 10 രൂപ കൂടുതൽ കൊടുത്താലും വണ്ടി ഹൈ ക്വാളിറ്റി ഉണ്ട്. ഹൈ ക്വാളിറ്റി. കണ്ണി ചിമ്മിട്ട് ഇറക്കേണ്ടി വരില്ല. ഇതൊക്കെ നിങ്ങൾ കാണാൻ വന്നാലല്ലേ കൊണ്ടേ പോവും അല്ല ബ്രോ? പുതിയ വണ്ടി ഓടിക്കുന്ന ഫീലാണ്. അതെ അതെ. ഓക്കെ. ഇവിടെ ഒരു ഊണ്ടായിന്റെ വണ്ടി. ഇതേതായിരുന്നു? i10. ഇതെങ്ങനെയായിരുന്നു മോഡല്? അത് 2013 വണ്ടി. മാനുവൽ ഓട്ടോമാറ്റിക്കോ? ഓട്ടോമാറ്റിക്. 2013 ഓട്ടോമാറ്റിക്. സൺറൂഫ് വരുന്ന ഫുൾ ഓപ്ഷൻ. സൺറൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ്. ആകെ ഓടിയുള്ള 49,000 സംതിങ് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു. ഒരേ ഒരു ഓണർ. ഒറ്റ ഓണർ. 49,000. ആകെ 50,000 കിലോമീറ്റർ. ആകെ 50,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. സൺറൂഫ് വർക്കിംഗ്, എല്ലാ സാധനവും വർക്കിംഗ്. ഓക്കെ. വണ്ടി അത് 2013 വണ്ടി. പുതിയത് എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ വണ്ടി. അതേപോലത്തെ വണ്ടി. ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് വരുന്ന വണ്ടിട്ടാ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി. സൺറൂഫ് എല്ലാം വർക്കിംഗ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഒരു ചെറിയ എന്താ പറയാ, ചെറിയ ലേഡീസിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഓട്ടോമാറ്റിക് നല്ല ചെറിയ പൈസേ ഉള്ളൂ. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 2,90,000 രൂപ കൊടുക്കാം. 290 കൊടുക്കാം. 290. 2013 ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഒരേ ഒരു 50,000 കിലോമീറ്റർ ആകോടിയുള്ളൂ. ഇവിടെ ഒരു റയർ പീസ് നിസാന്റെ മൈക്രേലു ഓട്ടോമാറ്റിക് വണ്ടി. അതും പെട്രോൾ. എങ്ങനെയായിരുന്നു ബ്രോ മോഡൽ? ഇത് 2017 മോഡൽ XP വേരിയന്റ്. ഓക്കെ. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഓടാനുള്ള ടയേഴ്സ്, എല്ലാ ടയേഴ്സും ഉണ്ട്. ഇൻഷുറൻസ് പുതിയതുണ്ട്. ഇന്റീരിയർ നീറ്റ് ആണ് വണ്ടി. കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ സീറ്റ് കവർ കമ്പനി സീറ്റ് ആണ്. അതിന് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി, നല്ല അടിപൊളി വണ്ടി. പിന്നെ എത്ര കൊടുക്കുക ഇത്? നമുക്ക് ഫൈനലായിട്ട് 4,20,000 രൂപ കൊടുക്കാം. 4,20,000 കൊടുക്കാം. 20 കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടും? ഇത് നമുക്ക് ഒരു 3.5 ലക്ഷം രൂപ മേലെ ലോണും കിട്ടും. ലോണും കൊടുക്കാം അല്ലേ? ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ആൾട്ടോ കേട്ടണ്. അതും കറുപ്പ്, ബ്ലാക്ക് ബ്യൂട്ടി. എങ്ങനെയായിരുന്നു? ഇത് 2011 മോഡൽ വണ്ടി. 2011 മോഡൽ VXI വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തിട്ട്, അതായത് പുതിയ 5 കൊല്ലത്തിൽ 31 വരെ പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ. VXI വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അത്യാവശ്യം കട്ടുള്ള ഫുൾ കട്ട ടയറുകള്. മേജർ ആയിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ് പുതിയ. ഇത് 1 ലക്ഷം കിലോമീറ്റർ ആകെ ആയിട്ടുള്ളൂ. 1 ലക്ഷം കിലോമീറ്റർ ആയിട്ടുള്ളൂ. 5 മൈലേജ് നമുക്ക് ഒരു 17 കിട്ടുന്നത്. 17 കിട്ടും. മെക്കാനിക് സൂപ്പർ മെക്കാനിക്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടി. ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 1,50,000 രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപയ്ക്ക് പുതിയ പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കാം. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇതവിടെ ടൈപ്പ് 2 സ്വിഫ്റ്റ് ആണ്. 13ന്റെ പൈസക്ക് 14 കൊടുക്കാം. അത്രേ ഉള്ളൂ അല്ല? എങ്ങനെയായിരുന്നു കാര്യങ്ങള്? 2014 മോഡല് സ്വിഫ്റ്റ് VDI. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. മേജർ ആയിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഒറിജിനലാണ് കിടക്കുന്നത്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഓടാനുള്ള ടയേഴ്സ് ഉണ്ട്. 80% അബോവുള്ള ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് ഫുൾ കവർ പുതിയതുണ്ടാവും. പിന്നെ ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കൊടുക്കാം. 2014 വണ്ടി. ഫുൾ എമൗണ്ട് ലോൺ. വേറെ തട്ടുമുട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ സീറ്റ് കവർ കുറവുണ്ട്. സീറ്റ് കവർ പഴയ സീറ്റ് കവർ എടുക്കണേ. ആ സീറ്റ് കവർ നിങ്ങൾ മാറ്റേണ്ടി വരും. സ്റ്റീരിയോ ഉണ്ട്, സ്പോയിലർ ഉണ്ട്. പിന്നെ അത്യാവശ്യം ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഒരു 25% ടയർ ഉണ്ടല്ലേ? ഫുൾ ലോണിൽ കൊടുക്കാം. 25,000 രൂപ ഫുൾ എമൗണ്ട് ലോൺ. എത്രയാണ്?
3,25,000 രൂപ. 25. അതും 2014 വണ്ടി. 2014 മോഡലില് സ്വിഫ്റ്റ് വീഡിയോ. രണ്ടാമത്തെ ഓണർ. ഓണർഷിപ്പ് 2 ഓട്ടോ 1,40. 1,50,000 കിലോമീറ്റർ. 1,50. ഓക്കെ. ഇതെവിടെ ജനപ്രിയ വണ്ടി, നല്ല ഓടിക്കാൻ നല്ല സുഖമുള്ള ഒരു വണ്ടി അല്ലേ? യാത്രാസുഖം, നല്ല അടിപൊളി മൈലേജ്. നല്ല മൈലേജ് കിട്ടും, ഓടിക്കാൻ നല്ല സ്മൂത്ത് ഉള്ള ഒരു വാഹനം കൂടിയാണ്. ഡിസൈർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഇത് കാണിച്ചു കൊടുക്കല്ലോ ബ്രോ. ഇതെങ്ങനെയായിരുന്നു? ഇത് ഫാൻസി നമ്പർ 4141. എങ്ങനെയായിരുന്നു? ഇത് 2012 മോഡൽ വണ്ടി. 2012 മോഡൽ VDI ഡിസൈർ ആണ്. VDI ഡിസൈർ. ഇത് നമുക്ക് ഏകദേശം 1,40,000 കിലോമീറ്ററോളം ഓടിയുണ്ട്. മേജർ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. എന്താ പറയാ, മേജർ സർവീസ് കഴിഞ്ഞതാണ്. മേജർ ആയിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. ആവറേജ് ടയേഴ്സിന്റെ അലോയ് വീൽ എക്സ്ട്രാ ഗിയറിന്റെ. അതെ, കമ്പനി സ്റ്റീരിയോ ഉണ്ട്, ഒരു സീറ്റ് കവർ ഉണ്ട്. വണ്ടി നീറ്റ് ആണ്. 10-22 മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. മെക്കാനിക്കലി വണ്ടി ഫിറ്റ് ആണ്. ഒന്നും നോക്കാനല്ല, ഓപ്ഷൻ വരുന്ന VDI വണ്ടി. 4 ഡോർ പവർ വിൻഡ് ഒക്കെ വരും ഇതില്. പിന്നെ അലോയ്സ് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, VDI ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര കൊടുക്കുക ഇത്? നമുക്ക് ഫൈനലായിട്ട് 2,85,000 രൂപയാണ് കൊടുക്കുക. 2012 ന്യൂ ടൈപ്പ് ഡിസൈർ ഇട്ടാ. രണ്ടാമത്തെ ഓണർഷിപ്പിലേക്കാണ്. 2,85,000 രൂപ കൊടുക്കുക. അല്ല, അതും നല്ല ക്വാളിറ്റി വണ്ടി. മാക്സിമം ലോൺ എത്ര കിട്ടും? ഇതുമേ നമുക്ക് 2 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കുക. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഇത് എങ്ങനെയായിരുന്നു? ഇത് 2013 വണ്ടി. 2013 വണ്ടി. 2013 മോഡൽ VDI ഡിസൈർ. 1,20,000 സംതിങ് കിലോമീറ്റർ ഓടിയുണ്ട്. മേജർ സർവീസ് കാര്യങ്ങൾ കഴിഞ്ഞാണ്. ആക്സിഡന്റ് റീപ്ലേസ് എന്ന് പറയാൻ ഒന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീരിയോ വർക്കിംഗ് ആണ്. ടയറൊക്കെ 4 കടുമുത്തൻ ടയറുകളുണ്ട്. 4 കടുമുത്തൻ ടയറിൽ ഇൻഷുറൻസ് ഫുൾ. നമ്മൾ ലോൺ ഇടുന്ന പാർട്ടിക്ക് പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. എല്ലാം ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് ഒരു 3,25,000 രൂപ കൊടുക്കാം. 3,25,000 ഫൈനലായിട്ട് കൊടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടി. പിന്നെ നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 ലക്ഷം രൂപ ലോൺ. ഈ 2 വണ്ടിയും നിങ്ങൾക്ക് ധൈര്യത്തിൽ വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കൊള്ളട്ടോ.